എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് 217-ാമത്തെയാണ്. ഇതിൽ നമ്മൾ കാണാൻ പോകുന്നത് സദ്ഗുരു കൊച്ചുനാളിൽ ഈ പാമ്പുകളുടെ കൂടെ എങ്ങനെയൊക്കെ കളിച്ചു, എന്തൊക്കെ ചെയ്തു, അതുകൊണ്ട് അദ്ദേഹത്തിനുണ്ടായ പ്രയാസങ്ങളും സന്തോഷങ്ങളും എല്ലാം നമ്മളിന്ന് നോക്കാൻ പോവുക. അതായത് അദ്ദേഹത്തിന് പാമ്പെന്ന് പറയുമ്പം പേടിയല്ല, സ്നേഹമാണ്. ഏത് പാമ്പിനെ കണ്ടാലും സ്നേഹത്തോടെ അതിനെ കാണത്തുള്ളൂ, അല്ലാതെ ഭയന്ന് ഓടുന്ന സ്വഭാവം ഇല്ല. ഒരു 6ാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പം തന്നെ സദ്ഗുരു കുറേ പേർക്ക് ഈ പാമ്പിനെ വരുമ്പോഴൊക്കെ പിടിച്ച് ആ സ്ഥലത്തുനിന്ന് എടുത്ത് കളയാൻ ഉള്ള ഒരു സാമർഥ്യം ഉണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും സ്നേക്ക് ക്യാച്ചർ എന്നാണ് സദ്ഗുരുവിനെ പറയുന്നത്. കൊച്ചുനാളിലെ ഒരു പേടിയുമില്ല, ലാവകത്തോടെ അതിൻ്റെ അടുത്ത് പോവുക, അതിനെ പിടിച്ച് വേറെ സ്ഥലത്ത് ഇടുക. അതായിരുന്നു സദ്ഗുരുവിൻ്റെ ഒരു നല്ല കാര്യം. അപ്പം സദ്ഗുരു പറയുന്നത്, ഞാൻ ഇന്നേ കൊച്ചിലെ ഒരു ദിവസം പോലും എൻ്റെ അച്ഛൻ്റെ അടുത്തോ അമ്മയുടെ അടുത്തോ പോക്കറ്റ് മണി എന്നുള്ള സംഭവം വാങ്ങിച്ചിട്ടേ ഇല്ല. എന്താണെന്ന് വെച്ചാൽ ജഗ്ഗി വാസുദേവ് 6ാം ക്ലാസ് പഠിക്കുമ്പം തൊട്ടേ കാശ് ഉണ്ടാക്കാൻ പഠിച്ചു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, അവിടെ മൈസൂരിൽ ഒരു സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊന്നുണ്ട്. അവിടെ അവർ ഈ പാമ്പിൻ്റെ റിസർച്ച് ഗവേഷണങ്ങളൊക്കെ നടത്തുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. അവിടെ നമ്മൾ പാമ്പിനെ പിടിച്ചു കൊടുത്താൽ അതിന് പൈസ തരും. അപ്പം പാമ്പിൻ്റെ ലെങ്ത്ത് അനുസരിച്ച് അതിനേറ്റ പോലെ 25 രൂപ 50 രൂപ എന്നൊക്കെ ഒരു പാമ്പിന് കാശ് കിട്ടും. അപ്പം സദ്ഗുരുവിന് ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഇതാണ് ജോലി. എങ്ങനെ ഒരു 3-4 പാമ്പിനെ പിടിച്ച് അവിടെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ട് കൊടുക്കും. 10, 100, 150 രൂപ 200 രൂപ കയ്യിലാക്കും. അപ്പോൾ അത് അടുത്ത ശനിയാഴ്ച വരെ ധാരാളം മതി. പക്ഷേ സത്യത്തിലും പറഞ്ഞാൽ 150 രൂപ 200 രൂപ എന്ന് പറയുന്നത് അക്കാലത്ത് വലിയ എമൗണ്ട് തന്നെയാണ്. ഇപ്പോഴാണ് 2 ലക്ഷത്തിനും പോലും ഒരു വാല്യൂ ഇല്ലാതെ പോയത്. അപ്പോൾ അങ്ങനല്ല, 150 രൂപ ഒരു 6ാം ക്ലാസ് പഠിക്കുന്ന ചെറുക്കന് എന്തിനാ ഇത്രയും കാശ്? അതേ തന്നെ യഥേഷ്ടമാണ്. അപ്പം എല്ലാ ആഴ്ചയും ഇങ്ങനെ പാമ്പുകളെ പിടിച്ച് കൊടുത്ത് തന്നെ കാശുണ്ടാക്കാൻ പഠിച്ചു. അങ്ങനെ പിന്നെ ഇത് ഒരു പ്രാവശ്യം ട്യൂബ് ലൈറ്റ് ഫാക്ടറിയിലെ ഒരു വലിയ പാമ്പ് കയറി. അപ്പോൾ അവിടെ എല്ലാവരും ഉള്ളവരെല്ലാം വെളിയിലോടി. ആർക്കും പാമ്പിനെ വെളിയിൽ തള്ളാനോ പിടിക്കാനോ ഉള്ള ശേഷിയില്ല. അപ്പം സദ്ഗുരു പോയി. സദ്ഗുരു എന്ന് പറഞ്ഞാൽ പയ്യൻ, ജഗ്ഗി വാസുദേവ്. അപ്പം ആ പയ്യൻ പോയി പാമ്പിനെ ഇങ്ങ് പിടിച്ചു. അത് എങ്ങനത്തെ പാമ്പായിരുന്നോ? 12 അടി നീളമുള്ള നല്ല പാമ്പ്, കോബ്ര. 12 അടി നീളമുള്ള നല്ല പാമ്പാണ്. സദ്ഗുരു പോയി ലാവകമായിട്ട് ഈസി ആയിട്ട് അതിനെ പിടിച്ചെടുത്തത്. അപ്പോഴത്തേക്ക് അവിടെ ഉള്ളവർക്കെല്ലാം ഭയങ്കര റിലീഫായി. പിന്നെ സദ്ഗുരു ഈ പാമ്പിനെ പിടിച്ച് പാമ്പിനെ വിറ്റ് കാശാക്കിയാലും ഈ 12 അടി നീളമുള്ള കോബ്രായിനെ വിൽക്കാൻ മനസ്സില്ല. കാണാൻ നല്ല പാമ്പായിരുന്നു പോലും. അപ്പം ഇദ്ദേഹം വിചാരിച്ചു, ഇതിനെ ഞാൻ വിൽക്കത്തില്ല, ഇതിനെ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോകാം എന്ന് വിചാരിച്ചു. അപ്പം അവിടെ എങ്ങനെ കൊണ്ടുപോകും, എതിലിട്ട് കൊണ്ടുപോകും, അതിനെ എങ്ങനെ വളർക്കും? അപ്പം ട്യൂബ് ലൈറ്റ് ഫാക്ടറിയിൽ ഒരു വലിയ ഗ്ലാസ് ജാർ ഇദ്ദേഹത്തിന് പാമ്പ് പിടിച്ചതിന് ഫ്രീ ആയിട്ട് കൊടുത്തു. അപ്പം അതും കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചു. അപ്പോൾ ഇദ്ദേഹം എന്താ വിചാരിച്ചു, പാമ്പിനെ വീട്ടിൽ ആർക്കെങ്കിലും കണ്ടാൽ ഇഷ്ടപ്പെടുമോ? പേടിക്കത്തില്ലയോ? അതും 12 അടി നീളമുള്ള നല്ല പാമ്പ്. എന്ത് ചെയ്യും? എൻ്റെ ബെഡിൽ വെച്ചോളാം എന്ന് പറഞ്ഞ് സദ്ഗുരുവിൻ്റെ ബെഡിൻ്റെ അടിയിൽ അതിനെ ഒളിച്ചു വെച്ച് രാവിലെ അത് അങ്ങനെ വലിയ ഫ്രണ്ടായിപ്പോയി രണ്ടുപേരും കൂടെ. ഒരു ദിവസം പിന്നെ എന്തോ ചെയ്തു, അതിനെ ടെറസിൽ സദ്ഗുരുവിൻ്റെ സ്വന്തം സ്ഥലമാണല്ലോ, വേറെ ആരും അവിടെ കയറാൻ പറ്റത്തില്ല. അവിടെ ഇരുന്നാണല്ലോ ഈ കോട്ട കെട്ടുന്നത്. അപ്പോൾ അവിടെ കൊണ്ടുപോയി ഈ ട്യൂബ് ലൈറ്റ് ഫാക്ടറിയിൽ നിന്ന് വെറുതെ തന്നെ വലിയ ഗ്ലാസ് ജാറുണ്ടല്ലോ, അതിനകത്ത് ഈ പാമ്പിനെ ഇട്ട് വയ്ക്കും. അപ്പം സദ്ഗുരു സ്കൂളിൽ പോകുമ്പം പാമ്പിനെ ജാറിനകത്തിട്ട് ശകലം തുറന്ന് അതിന് ശ്വസിക്കാനുള്ള കാറ്റ് വരുന്ന പോലെ 3/4
അടച്ച് ശകലം കാറ്റ് വരുന്ന പോലെ വെച്ചിട്ട് പോകും. സ്കൂളിൽ നിന്ന് വന്ന ഉടനെ മേളിൽ കയറി അവനെ പുറത്താക്കും എന്ന് വെച്ചാൽ ജാറിൽ നിന്ന് വെളിയിലെടുത്തിടും. അത് അവിടെയൊക്കെ കറങ്ങിയിട്ട് വരും. രാത്രിയാകുമ്പം തിരിച്ചും ജാറിലിടും. അങ്ങനെ കുറേ നാൾ പോയി. ഒരു ദിവസം സദ്ഗുരു വെളിയിൽ പോയിരുന്ന സമയം ഈ പാമ്പിന് എന്തുവാ ഇതൊക്കെ അറിയാവോ, അത് ഇങ്ങനെ ജാറിൽ നിന്ന് വെളിയിലിറങ്ങി വന്ന് താഴെ വന്നു വീട്ടിൽ കയറിയിട്ട് അതിൻ്റെ ഹിസ് എന്നുള്ള അതിൻ്റെ ശബ്ദം, പാമ്പിൻ്റെ ശബ്ദത്തിനെ ഹിസ്സിങ് സൗണ്ട് എന്നാണല്ലോ പറയുന്നത്. അത് ശബ്ദം കേട്ടു. അവരുടെ അച്ഛൻ അപ്പം ഉണ്ടായിരുന്നു. അവിടെ അച്ഛൻ ഇങ്ങനെ കുനിഞ്ഞ് കട്ടിലിൻ്റെ അടിയിലും അവിടെ ഇവിടെയൊക്കെ തേടി കണ്ടുപിടിച്ചു. ഇത്രയും വലിയ പാമ്പിനെ കണ്ടപ്പം അവരുടെ അച്ഛൻ സഹിതം എല്ലാവർക്കും പേടിയായി. അപ്പോൾ വലിയ ശബ്ദവും ബഹളവും ഒക്കെ ആയിരുന്നു വീട്ടിൽ. ഇതൊന്നും അറിയാതെ സദ്ഗുരു തിരിച്ചു വരിക, ഉച്ചയ്ക്ക് എവിടെയോ പോയിട്ട് വരിക. വന്നപ്പോഴത്തേക്ക് വീട്ടിലെല്ലാവരും സോഫയുടെ മീതെ കയറിയിരിക്കുന്നു, കസേരയുടെ മീതെ കയറിയിരിക്കുന്നു. ആർക്കും കാല് താഴെ വയ്ക്കാൻ പോലും ധൈര്യമില്ല. പിന്നെ സദ്ഗുരു വന്ന് അതിനെ പിടിച്ചെടുത്തു. അപ്പോഴത്തേക്ക് വീട്ടിൽ വലിയ എതിർപ്പായി അതിനെ കൊണ്ട് കളയണമെന്ന്. പിന്നെ സദ്ഗുരു എന്ത് ചെയ്തു, ഒരു വലിയ കൂട് ഉണ്ടാക്കി ആ കൂട്ടിനകത്തിട്ട്, അതായത് ടെറസിൽ കൊണ്ടുപോയി ഒരു കൂടുണ്ടാക്കി കൂട്ടിനകത്തിട്ട് 3 വർഷം ആ നല്ല പാമ്പിൻ്റെ കൂടെ നല്ല പാമ്പിനെ വളർത്തുകൊണ്ട് വന്നു. 3 വർഷം ഭയങ്കര ഫ്രണ്ട്ഷിപ്പായിരുന്നു. പിന്നെ എന്ത് പറ്റിയെന്ന് അതിനകത്ത് പറയുന്നില്ല. പിന്നെ വെളിവിട്ട് കാണും. അതിന് തീറ്റി കൊടുത്ത് വളർത്ത് വരുമ്പോൾ അത് വലുതാവത്തില്ല. പിന്നെ അതിന് മുകളിലൊന്നും നമുക്ക് വെച്ചേക്കാൻ ഒക്കത്തില്ല. അങ്ങനെ സദ്ഗുരു അതിനെ വെളിവിട്ട് കാണും. അപ്പം സദ്ഗുരു പറയുന്നത് ഈ പരിണാമ വളർച്ചയിൽ ഈ മനുഷ്യൻ ചെടി മരം കൊടി എന്നൊക്കെ വന്ന് അതിൽ നിന്ന് പിന്നെ പ്രാണിയായി, പിന്നെയാണല്ലോ കുരങ്ങായി, മനുഷ്യക്കുരങ്ങായി, പിന്നെയാണ് മനുഷ്യനാവുന്നത്. അതിൻ്റെ പേരാണ് പരിണാമ വളർച്ച, അതായത് എവല്യൂഷൻ. അപ്പോൾ ഈ എവല്യൂഷനിൽ ഈ പാമ്പ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഹിന്ദു മിത്തോളജിയിൽ പറയും, നമ്മുടെ പുരാണങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന്, പാമ്പ്, പശു, കാക്ക, ഇത് മൂന്നിനും നമ്മൾ വളരെ പ്രാധാന്യം ആണ് നമ്മുടെ സൊസൈറ്റിയിൽ വെച്ചിരിക്കുന്നത്. കാക്കയ്ക്ക് ചോറ് കൊടുക്കണം, നമ്മുടെ പിതൃകളുടെ പിതൃതർപ്പണം ചെയ്യുമ്പം അമാവാസ്യക്കൊക്കെ അല്ലെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ ചോറ് വയ്ക്കണം, തീറ്റി കൊടുക്കണം. അപ്പം ഈ അണ്ടൻ കാക്ക, കറുകറുന്നിരിക്കുന്ന കാക്ക, ആ സാധാരണ കാക്ക വന്ന് കഴിക്കുമ്പം നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ പിതൃക്കളാണ് കാക്കയുടെ രൂപത്തിൽ വന്ന് കഴിക്കുന്നതെന്നുള്ള ഒരു വിശ്വാസം നമ്മൾ ഹിന്ദുസ് എല്ലാവർക്കും ഉണ്ട്. അതുമാത്രമല്ല, ഈ പുരാണങ്ങളിൽ പശുവിനെയും പാമ്പിനെയും അടിച്ച് കൊല്ലാൻ പാടില്ല, അത് കൊലപാതകത്തിന് തുല്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, അതായത് ഈ ജന്മം പശുക്കളായിട്ടും പാമ്പുകളായിട്ടും ഉള്ളത് അടുത്ത ജന്മം ഉറപ്പായിട്ടും മനുഷ്യ ജന്മമായിരിക്കും. എന്നുവെച്ചാൽ അവർക്ക് അത്രയും വലിയ പ്രൊമോഷനാണ്. ഓക്കെ, അപ്പം സദ്ഗുരു പറയുന്നത് നമ്മളെല്ലാവരും, അപ്പം ഓരോ മനുഷ്യനും അവരവരുടെ പരിണാമ വളർച്ചയിൽ ഏതെങ്കിലും ഒരു ജന്മത്ത് ഒന്നീ പശുവായിരുന്നിരിക്കും, അല്ലെങ്കിൽ പാമ്പായിരുന്നിരിക്കും, അല്ലെങ്കിൽ ഒന്നുമല്ലെങ്കിൽ കാക്കയെങ്കിലും ആയിരുന്നിരിക്കും എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, നമ്മുടെ ദേഹത്ത് ഓരോ മനുഷ്യൻ്റെ മൂലാധാര ചക്രത്തിലുള്ള ശക്തി നോക്കുമ്പം ആ പ്രാണശക്തിനെ കുണ്ടലിനി എന്നാണ് പറയുന്നത്. കുണ്ടലിനി എന്ന് പറയുമ്പം ഒരു പാമ്പിൻ്റെ രൂപത്തിൽ വളരെ തിന്നായിട്ട്, വളരെ ലോലമായിട്ടുള്ള ഒരു പാമ്പ് 3.5 ചുറ്റിൽ ഇങ്ങനെ ചുറ്റി ഇരിപ്പുണ്ട് മൂലാധാര ചക്രത്തിൽ. ആ ശക്തിക്കാണ് കുണ്ടലിനി ശക്തി എന്ന് പേര് പറയുന്നത്. അപ്പം അതിന് കുണ്ടലിനി എന്ന് പേര് വയ്ക്കാൻ കാരണം, ഈ പാമ്പ് ഒരു സ്ഥലത്ത് ചുരുണ്ട് കിടന്നു എന്ന് വെച്ചോണം, നമുക്കത് അറിയത്തേയില്ല. അത് എഴഞ്ഞു പോയാൽ മാത്രമേ നമുക്ക് കണ്ണി കാണാനൊക്കത്തുള്ളൂ, അല്ലാതെ അത് മിണ്ടാതെ ഇരുന്നാൽ അറിയത്തില്ല. അതുപോലെയാണ് നമ്മുടെ ദേഹത്തുള്ള പ്രാണശക്തി.
അത് വെളിയിൽ വന്നാൽ ഓരോ ചക്രത്തിലും ഇങ്ങനെ കയറി വന്ന് ഒരു കുണ്ടലിനി ശക്തി വെളിയിൽ വരുമ്പം അത് ഒരാളിൻ്റെ വേറെ രീതിയിലുള്ള പരിണാമ വളർച്ചയിലായിരിക്കും അതിനെ കൊണ്ടുപോകുന്നത്. അല്ലാതെ നമുക്ക് എല്ലാവർക്കും മൂലാധാര ചക്രമുണ്ട്, എല്ലാ മൂലാധാര ചക്രത്തിലും ഈ ശക്തി ഉണ്ട്. പക്ഷെ അത് ഉറങ്ങിക്കിടക്കുക എന്നാണ് പറയുന്നത്. അത് ഉറങ്ങിക്കിടക്കുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം ഈ പാമ്പ് ഉറങ്ങിക്കിടന്നാൽ അറിയത്തില്ല. അപ്പം നമ്മളുടെ ദേഹത്തും കുണ്ടലിനി ശക്തി ഉണ്ട്. അതിൻ്റെ പവർ എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത പവറാണ്. പക്ഷേ നമുക്കത് ആക്ടിവേറ്റ് ആയിട്ടില്ല. അത് വളരെ ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇപ്പം നമ്മൾ സംസാരിക്കുന്നു, കേൾക്കുന്നു, നടക്കുന്നു, സാധാരണ ജോലി ചെയ്യാൻ തന്നെ ആ പ്രാണശക്തി വേണം. പക്ഷേ അതിന് മുകളിൽ പോകാൻ ഉള്ള സാധ്യത നമുക്ക് കുറവ്. എന്നുവെച്ചാൽ നമ്മൾ സാധനയൊന്നും ചെയ്യുന്നില്ല, നമ്മൾ ഒരു യോഗിയുടെ രീതിയിലല്ല ജീവിക്കുന്നത്, സാധാരണ മനുഷ്യൻ്റെ ലെവലിൽ ജീവിക്കുന്നതുകൊണ്ട് ആ കുണ്ടലിനി ശക്തി വെറുതെ പാമ്പിൻ്റെ രൂപത്തിൽ ഉറങ്ങിക്കിടക്കുന്നതായിട്ടാണ് നമ്മൾ രൂപീകരിക്കുന്നത്. ഓക്കെ, അങ്ങനെയൊക്കെയാണ് ഈ പാമ്പിന് നമ്മൾ എപ്പോഴുമേ പ്രാധാന്യം കൊടുത്താണ് വന്നിരിക്കുന്നത് ഹിന്ദുയിസത്തിൽ. ഓക്കെ, ഇതിൽ അങ്ങനെ പാമ്പും ഇദ്ദേഹവും എപ്പോഴും വലിയ സ്നേഹത്തിലാണ്. പിന്നെ ഇവിടെ ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു കാര്യം, സദ്ഗുരുവിന് പാമ്പിനോട് എന്താ ഇത്രയും സ്നേഹം? പാമ്പും സദ്ഗുരുവും ഇത്രയും ഇണങ്ങിയിരിക്കുന്നതിൻ്റെ കാരണം എന്തുവാ? നിങ്ങൾ നേരത്തെ ഉള്ള വീഡിയോകൾ കണ്ടിരുന്നെങ്കിൽ മനസ്സിലായിരുന്നേനെ. ഒരു 400 വർഷത്തിന് മുമ്പേ ഇപ്പോഴത്തെ ജന്മത്തിൻ്റെ 3ാമത്തെ ജന്മത്തിൽ അദ്ദേഹത്തിനെ ഒരു വലിയ വിഷമുള്ള പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചാണ് കൊന്നത്. അപ്പം അതിന് പിന്നെ അടുത്ത ജന്മത്തിലും അടുത്ത ജന്മത്തിലും പാമ്പിനോട് കൂടി വലിയ ഒരു ഇണക്കമായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സാധനയെല്ലാമേ സെൻറ്റേർഡ് അറൗണ്ട് ദ വെനം ഓഫ് ദ സ്നേക്ക്. അപ്പം ചിലപ്പം സ്നേക്കിൻ്റെ വിഷത്തിനെ വെച്ച് പോലും ചില സാധനങ്ങൾ ചെയ്യുന്ന മാതിരി എന്തെങ്കിലും നടന്നു കാണും. അപ്പം ഇതെല്ലാം എന്തിനാണ് പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ഇതിൽ നിന്ന് നമുക്ക് അറിയേണ്ടത് എന്തുവാ? സദ്ഗുരു 6ാം ക്ലാസ് പഠിക്കുമ്പം 4 പാമ്പിനെ പിടിച്ചു, 200 രൂപ സമ്പാദിച്ചു, അതൊന്നും അല്ല നമുക്ക് വലുത്. നമ്മൾ നോക്കേണ്ടത് സദ്ഗുരുവിൻ്റെ ഈ ജന്മത്തിലെ പാമ്പിൻ്റെ കൂടെ ഉള്ള ഒരു സ്നേഹം അത് എവിടുന്ന് വന്നു? അപ്പം പൊതുവേ മനുഷ്യന് ഒരു പാമ്പിനെ കണ്ടാൽ പേടിയാണ്. അത് ചെറിയ പാമ്പാട്ടെ, വിഷമുള്ളതോ വിഷമില്ലാത്തതോ, ചെറുതോ വലുതോ, ഏതിനെ കണ്ടാലും മനുഷ്യർക്ക് പേടിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ജീവിയെ സദ്ഗുരു അങ്ങനെ വളരെ ഫ്രണ്ട്ഷിപ്പായിട്ട് അതിനെ പിടിച്ചുകൊണ്ട് നടക്കുന്നു, കൈ പിടിക്കുന്നു, കൊണ്ടുവന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരെ വിൽക്കുന്നു. ഏതെങ്കിലും വീടുകളിൽ എവിടെയെങ്കിലുമൊക്കെ പാമ്പ് കയറിയ സദ്ഗുരുവിനെയാണ് വിളിക്കുന്നത്, പോയി അതിനെ അവിടുന്ന് എടുത്തു മാറ്റാൻ. അപ്പോൾ ഇത്രയും ഒരു ഇണങ്ങിയ ഒരു ജീവിതം പാമ്പിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റുന്നതിൻ്റെ കാരണം മുൻജന്മത്തിലുള്ള ഒരു വാസനയാണ്. അതാണ് നമുക്ക് അറിയേണ്ടത്. അതുപോലെ അപ്പം ഓരോ സ്വഭാവങ്ങളും, ഒരു സ്വഭാവത്തിനെയാണ് വാസന എന്ന് പറയുന്നത്. അപ്പം ഈ സ്വഭാവങ്ങളെല്ലാം നമുക്ക് ജന്മജന്മമായിട്ട് വന്നിരിക്കുക. ഇപ്പം നേരത്തെ ഞാൻ 1 or 2 വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ അമ്മച്ചി വെച്ചാൽ എൻ്റെ അമ്മയുടെ അമ്മ തിരുവനന്തപുരത്ത് വഞ്ചിയൂരിലാണ് ജനിച്ച് വളർന്നത്. അപ്പോൾ അമ്മച്ചിക്ക് തിരുവനന്തപുരം എന്ന് പറഞ്ഞാലേ 100 നാവാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിനെക്കുറിച്ചും ഈ മേത്തമ്മണിയെക്കുറിച്ചും അങ്ങനെ എല്ലാത്തിനെക്കുറിച്ചും ഒരുപാട് പറയും. അപ്പം എൻ്റെ ആത്മീയതയിൽ ഒരു വിത്തിട്ടതും എൻ്റെ അമ്മൂമ്മ തന്നെയാണ്. അപ്പം ഈ അമ്മൂമ്മ പറയും, രാജകന്യകയാനാലും പൂർവജന്മം പുനാപുന. ഇത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അർത്ഥം. അതായത് എന്തുവാ, ഒരു രാജകുമാരി ഉണ്ടായിരുന്നു. ആ രാജകുമാരിക്ക് രാത്രി നല്ല പശുമ്പാല് കുറുക്കി അതിനകത്ത് ശർക്കരയും അതുമൊക്കെ ഇട്ട്, കൽക്കണ്ടും, ശർക്കരയും കൽക്കണ്ടും വേറെ പല കാര്യങ്ങളൊക്കെ ഇട്ട് കുറുക്കി കാച്ചി കൊണ്ടു കൊടുക്കും രാത്രി കുടിക്കാൻ. രാജകുമാരിയില്ലേ,
അപ്പോൾ രാജകുമാരി ആ കൊണ്ടുവരുന്ന സ്ത്രീ അടുത്ത് പറഞ്ഞു, നീ ഇങ്ങനെ ജഗ്ഗിൽ ഒഴിച്ചുകൊണ്ട് വരുന്നു, ഗ്ലാസും കൊണ്ടുവരുന്നു, അതിലെനിക്ക് ഓക്കെയാണ്, സന്തോഷമാണ്, നാളെ തൊട്ട് ഒരു പ്ലേറ്റും കൂടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് സ്വർണ്ണ പ്ലേറ്റ് ആയിരിക്കാം, വെള്ളി പ്ലേറ്റ് ആയിരിക്കാം, സ്വർണ്ണമായിരിക്കാം മെയിൻ. അപ്പം ഒരു പ്ലേറ്റും കൂടെ അതിന് പിന്നെ എല്ലാ ദിവസവും ഒരു പ്ലേറ്റും കൊണ്ടു കൊടുക്കും. പക്ഷേ ഈ കൊണ്ടു കൊടുക്കുന്ന ആ ജോലിക്കാരിക്ക് ഈ പ്ലേറ്റ് എന്തിനാ എന്ന് അറിയാൻ ഭയങ്കര ഒരു ആകാംക്ഷ. അപ്പോൾ ഇവളെന്തോ ചെയ്യും, വളരെ ഭവ്യത്തോടെ പ്ലേറ്റും ഗ്ലാസും ജഗ്ഗും ഒക്കെ കൊണ്ടുവച്ചിട്ട് ഈ കർട്ടൻ ഉണ്ടല്ലോ, തിരശ്ശീലയുടെ പുറയിൽ ഒളിഞ്ഞു നിൽക്കും. എപ്പോഴാണ് ഈ രാജകുമാരി പാല് കുടിക്കുന്നേ, എങ്ങനെയാ കുടിക്കുന്നേ, എന്തിനാ ഈ പ്ലേറ്റ്, ജഗ്ഗിൽ നിന്ന് പാല് ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിച്ചാൽ പോരെ, എന്തിനാ ഈ പ്ലേറ്റ് എന്നറിയാൻ വേണ്ടിയാണ്. അപ്പം ഒരു ദിവസം അവൾ കണ്ടുപിടിച്ചു. ഇങ്ങനെ കർട്ടൻ്റെ പുറയിൽ നിന്ന് നോക്കിയപ്പം രാജകുമാരി കിടക്കാറായി. രാജകുമാരി പ്ലേറ്റിൽ ജഗ്ഗിൽ നിന്ന് പാലൊഴിച്ച് നക്കിയാണ് കുടിച്ചത്. അതിൻ്റെ അർത്ഥമാണ് അതായത് അവൾ വലിയ രാജകുമാരിയാണ്, കൊട്ടാരത്തിൽ ജനിച്ചു, എല്ലാ സുഖഭോഗങ്ങളോടെയും ജീവിക്കുന്നു. പക്ഷേ ഈ പാല് കാണുമ്പം നക്കി കുടിക്കാൻ എങ്ങനെ തോന്നുന്നു എന്ന് വെച്ചാൽ, കഴിഞ്ഞ ജന്മവോ അല്ലെങ്കിൽ ഏതോ ഒരു ജന്മത്ത് അവൾ പൂച്ചയായിരുന്നു കാണും, അല്ലെങ്കിൽ പട്ടിയായിരുന്നു കാണും. അത് ആ വാസനയാണ്. അതുകൊണ്ടാണ് രാജകന്യകയായാലും പൂർവജന്മം പുനാപുന എന്ന് വെച്ചാൽ പൂച്ച എന്നായിരിക്കും, പൂച്ചയാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ അപ്പം ഇതിൽ നമ്മളെന്തുവാ പഠിക്കേണ്ടേ, നമുക്ക് ഉള്ള പാഠം എന്തുവാന്ന് വെച്ചാൽ, നമ്മൾക്ക് ഒരുപാട് സ്വഭാവങ്ങളുണ്ട്, ഒരുപാട് നല്ല സ്വഭാവങ്ങളുണ്ട്, ചീത്ത സ്വഭാവങ്ങളുണ്ട്, ചില ഹാബിറ്റ്സ് ഉണ്ട്. അപ്പം അത് നല്ലതാണെങ്കിൽ നമ്മൾ അതിനെ കൊണ്ട് നടക്കാം, ചീത്ത സ്വഭാവങ്ങളും ഉണ്ടല്ലോ നമ്മളുടെ കയ്യിൽ. അപ്പോൾ ഇതിനെല്ലാം കാരണം പൂർവജന്മത്തിൽ നിന്ന് വരുന്ന വാസനകളാണ്. ചില കൊച്ചു കുഞ്ഞുങ്ങൾ, ഞാൻ ഇതൊക്കെ അതിശയിക്കും, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ചിലത് ഏതെങ്കിലും കൊടുത്താൽ, ചിലപ്പം സ്വീറ്റ്സ് കൊടുത്താൽ സ്വീറ്റേ ഇഷ്ടമല്ല, തുപ്പിക്കളയും. കൊച്ചു കുഞ്ഞ് അതിന് സ്വീറ്റെന്നോ എരിവെന്നോ ഉപ്പെന്നോ ഒന്നും അറിയാൻ വയ്യാത്ത പ്രായത്തിൽ പോലും അതിനിഷ്ടമല്ല, തുപ്പിക്കളയും. ചിലത് കൊടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ട് കഴിക്കും. അങ്ങനെയൊക്കെ ഒരുപാട് കൊച്ചിലേ ആ സ്വഭാവങ്ങളൊക്കെ ആ കുഞ്ഞുങ്ങൾ കാണിക്കുന്നു. അപ്പോൾ എങ്ങനെ അവർ ഇത് പഠിച്ചു ഇതൊക്കെ എന്ന് പറഞ്ഞാൽ, അത് അവരുടെ പൂർവജന്മത്തിൽ നിന്ന് വരുന്ന ഒരു സ്വഭാവം, അതിനാണ് വാസനാസ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മളിവിടെ കുറച്ചും കൂടെ കാര്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സദ്ഗുരുവിന് പാമ്പിനോടുള്ള ഇഷ്ടമെന്ന് പറയുന്നത് ഈ പൂർവജന്മം ഉള്ള വാസനയാണ്, വേറൊന്നുമല്ല. ഓക്കെ, വേറെ ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്താം. അതായത് സദ്ഗുരു വളരെ ഫ്രണ്ട്ലിയാണ് പാമ്പുകളോട്, അത് നല്ല പാമ്പിൻ്റെ കൂടെയൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഒരു പ്രാവശ്യം സദ്ഗുരുവിന് ഒരു വലിയ അബദ്ധം പറ്റി. അതായത് സദ്ഗുരു കുറച്ചുകൂടെ വലുതായപ്പോൾ ഈ ബൈക്ക്, അച്ഛൻ്റെ സ്കൂട്ടറൊക്കെ എടുത്തുകൊണ്ട്, മോപ്പടൊക്കെ എടുത്തുകൊണ്ട് ഈ മലയിലും കുന്നിലും, മലയ്ക്ക് പോകത്തില്ല, കുന്നുകളിലൊക്കെ കയറും, 2 ദിവസം കാട്ടി നിൽക്കും എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഈ പാറയുടെ ഇടയിൽ നിന്ന് ഒരു പാമ്പിനെ കണ്ടു. സദ്ഗുരുവിന് പേടിയൊന്നുമില്ലല്ലോ, കൈയിട്ട് ആ പാമ്പിനെ വലിച്ചെടുത്തപ്പോഴത്തേക്ക് 2 പാമ്പ് ഒന്നിച്ചായിരുന്നു. 2 പാമ്പ് ഇങ്ങനെ പിണഞ്ഞിരിക്കുന്നു. അത് സദ്ഗുരുവിനെ അറിഞ്ഞൂടാ, ജസ്റ്റ് ഒരു പാമ്പിനെ കണ്ട് അതിനെ പിടിച്ച് വലിച്ചു. അപ്പം 2ാമത്തെ പാമ്പുണ്ടല്ലോ, സദ്ഗുരുവിൻ്റെ കാലിൽ ശരിക്കും കൊത്തി, 3 പ്രാവശ്യം കൊത്തി വിരലിൻ്റെ ഇടയിലുള്ള ചതയ്ക്കകത്ത് കൊണ്ട് കയറ്റി. നല്ല പാമ്പാ, വിഷം കയറാൻ തുടങ്ങി. നല്ല പാമ്പിൻ്റെ വിഷം കയറിയാൽ നമുക്കെല്ലാവർക്കും അറിയാം, മരണം ഉറപ്പാണ്. ഈ നല്ല പാമ്പിൻ്റെ വിഷം എന്ന് പറയുമ്പം അതെന്താ വെച്ചാൽ രക്തത്തിനെ കട്ടിയാക്കും. അപ്പോൾ രക്തത്തിനെ കട്ടിയാകുമ്പോൾ രക്തം ഓടിക്കൊണ്ടിരുന്നാലല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ രക്തം കട്ടിയാകുമ്പം ഹാർട്ടിന് പമ്പ് ചെയ്യാൻ പറ്റില്ല. ഹാർട്ട് പമ്പ് ചെയ്തില്ലെങ്കിൽ
ലങ്സിന് രക്തം കിട്ടത്തില്ല, മൂളയ്ക്ക് ബ്രെയിനിന് രക്തം കിട്ടത്തില്ല, തലച്ചോറിന് രക്തമില്ല. അങ്ങനെയാണ് ഉടനെ മരണം. നല്ല പാമ്പിൻ്റെ വിഷം കയറിയ ഉടൻ തന്നെ മരണമെന്ന് പറയുന്നതിൻ്റെ സയൻസാണ് ഇത്. അപ്പം ഇതൊക്കെ സദ്ഗുരുവിന് അറിയാം. അപ്പം വല്ലച്ചാദ്യം കയ്യിലുള്ള ആദ്യത്തെ പാമ്പിനെ കളഞ്ഞു. ഈ സദ്ഗുരുവിൻ്റെ കാലിൽ കടിച്ച മറ്റേ പാമ്പിനെ കാലിൽ നിന്ന് അങ്ങ് പെട്ടെന്ന് മാറ്റിയപ്പം സദ്ഗുരുവിന് ഇങ്ങനെ ദേഹത്തിലും നടക്കുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി. അതായത് വിഷം ബ്ലഡിൽ കലന്നു എന്നുള്ളത് മനസ്സിലായി. പിന്നെ ഇതിന് ഒരേ ഒരു മാറ്റുമരുന്നുണ്ട്, അത് പെട്ടെന്ന് ചെയ്താലുണ്ട്. മാറ്റുമരുന്നെന്ന് പറയുന്നത് ഈ കട്ടൻ ചായ കുടിക്കണം. കട്ടൻ ചായ കുടിച്ചാൽ, പാലൊഴിക്കാത്ത കട്ടൻ ചായ കുടിച്ചാൽ അത് മരണം സംഭവിക്കും, എന്നാലും അത് സ്ലോ ആകും, പെട്ടെന്നുള്ള മരണമാകത്തില്ല. ഇത് സദ്ഗുരുവിനെ എവിടെയോ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, എങ്ങനെയോ അറിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം സദ്ഗുരു എന്താ ചെയ്തു, 2 പാമ്പിനെ എടുത്ത് വെളി കളഞ്ഞിട്ട് ബൈക്കിൽ കയറി, മേളിലെങ്ങാണ്ട് കുന്നുംപുറത്ത് കയറിയിരിക്കുമായിരുന്നല്ലോ, എങ്ങനെയോ ഓടി വന്ന് വില്ലേജിനകത്ത് കയറി. അതുകൊണ്ട് സ്ഥലത്തോട് കയറിയപ്പോൾ ആദ്യം കണ്ട വീട്ടിൽ കയറി. അവിടെ ഒരു അമ്മ ഉണ്ടായിരുന്നു, വയസ്സായ ഒരു അമ്മ. അമ്മയടുത്ത് പറഞ്ഞു, എനിക്ക് ഭയങ്കര ഒരു പ്രയാസമുണ്ട്, എനിക്കൊരു 5-6 ഗ്ലാസ് കട്ടൻ ചായ വേണം, ഇപ്പോൾ ഇട്ട് തരുമോ എന്ന് ചോദിച്ചു. അവരിങ്ങനെ അതിശയിച്ച് നിൽക്കുക. ആരോ ഒരു വഴിപ്പോക്കൻ വരുന്നു, ഒരു പയ്യൻ വരുന്നു, കട്ടൻ ചായ വേണമെന്ന് കേൾക്കുന്നു. അത് 1/2 ഗ്ലാസ് 1 ഗ്ലാസ് ആണെങ്കിൽ സാരില്ല, 5-6 ഗ്ലാസ് കട്ടൻ ചായ പെട്ടെന്ന് ഇട്ടതാ എന്ന് പറയുമ്പം അവർക്ക് ആദ്യം ഒരുമാതിരി ഇരുന്നു. പിന്നെ ശരി, ഏതോ ഇവന് വയ്യ, എന്തോ കാരണം കൊണ്ടാണ് ചോദിക്കുന്നത്, എന്നാൽ ഇട്ട് കൊടുക്കാം എന്ന് പറഞ്ഞ് അകത്ത് പോയി 5-6 ഗ്ലാസ് കട്ടൻ ചായ ഇട്ട് കൊടുത്തു. അതങ്ങനെ വാങ്ങിച്ച് കുടിച്ചിട്ടാണ് വീട്ടിൽ പോയത്. എങ്ങനെയോ ബൈക്കിൽ ഓട്ടിക്കൊണ്ട് വീട്ടിൽ പോയപ്പം അച്ഛൻ്റെ അടുത്ത് പറയാമോ എന്ന് ആലോചിച്ചു. പിന്നെയും വിചാരിച്ചു, അച്ഛൻ്റെ അടുത്ത് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, പിന്നെ സ്റ്റൊമക്ക് വാഷ് ചെയ്യും, അതൊന്നും വേണ്ട. ഇപ്പം എന്തോ വരാൻ പോകുന്നു, എന്തോ സംഭവിക്കാൻ പോകുന്നു, ഞാനൊന്ന് നോക്കട്ടെ എന്നുള്ള ധൈര്യത്തിൽ വീട്ടിൽ പോയി 1-2 യോഗാസനാസൊക്കെ ചെയ്തിട്ട് ഡിന്നറും കഴിച്ചു. അപ്പോഴത്തേക്ക് ഈ കണ്ണിൻ്റെ ഉണ്ടല്ലോ, കണ്ണിൻ്റെ ഭാഗത്തൊക്കെ അങ്ങനെ ഹെവി ആയിട്ടിരിക്കുന്നു. ആ കണ്ണിലൊക്കെ നമുക്ക് അതിൻ്റെ റിയാക്ഷൻ ഒരുപാട് എളുപ്പം അറിയും. എന്താ വെച്ചാൽ അവിടെയൊക്കെ തോല് വളരെ സോഫ്റ്റാണ്. അപ്പോൾ കണ്ണിങ്ങനെ അടഞ്ഞു വരുന്നു, കണ്ണ് ഹെവിയായിരിക്കുന്നു എന്നൊക്കെ മനസ്സിലാവുന്നു. അതൊക്കെ ഈ വിഷം കലന്നതിൻ്റെ ആണെന്നറിയാം. എന്തായിരുന്നാലും 1-2 യോഗാസനാസൊക്കെ ചെയ്തിട്ട് കുറച്ച് ഡിന്നറും കഴിച്ചിട്ട് പോയി ഒറ്റ കിടപ്പ് അങ്ങ് കിടന്ന് 12 മണിക്കൂർ ഉറങ്ങി. 12 മണിക്കൂർ കഴിഞ്ഞാണ് ഉണർന്നപ്പോഴത്തേക്ക് വലിയ കുഴപ്പമില്ല. സാധാരണപ്പെട്ടവരാണെങ്കിൽ പേടിയിലേ നമ്മൾ മരിക്കും. വലിയ ഒരു പാമ്പ് നമ്മളെ കൊത്തിയെന്ന് പറയുമ്പം പേടിയിലേ മരിക്കും. പേടിയില്ലെങ്കിൽ പോലും ഈ ബ്ലഡിൽ വിഷം കയറുമ്പോൾ നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. അപ്പം മരണം ഉറപ്പാണ് പാമ്പ് കടിക്കുമ്പോൾ. സാധാരണ പാമ്പുകളിൽ ഇങ്ങനത്തെ വലിയ പാമ്പുകൾ, നല്ല പാമ്പ്, കോബ്ര, അങ്ങനെ. അപ്പം സദ്ഗുരു ഭയങ്കര ഫ്രണ്ട്ലിയൊക്കെയാണ്, അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട്. എന്നാലും ഇങ്ങനെ ഒരു സംഭവം സദ്ഗുരുവിൻ്റെ ഇതിൽ നടന്നിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇനിയൊരു കാര്യമാണ്, പാമ്പിൻ്റെ വിഷത്തിനെ മുറിക്കാൻ നമുക്ക് ഒരു വഴിയുണ്ട്. കട്ടൻ ചായ ഇട്ട് കുടിച്ചാൽ മതി. കട്ടൻ ചായ ഇട്ട് അതിൻ്റെ വിഷം മാറുമോ എടുക്കാൻ പറ്റുമോ എന്നൊന്നുമല്ല, അതിൻ്റെ തീവ്രതയെ കുറച്ച് കുറയ്ക്കാൻ പറ്റും. അതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം ഇതൊരു 1-2 സംഭവങ്ങൾ നിങ്ങളുടെ അടുത്ത് പങ്കിടാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നോക്കാം. നന്ദി, നമസ്കാരം.